നമസ്കാരം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂളുകൾ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ സർവ്വ മേഖലകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു മികച്ച കണ്ടുപിടുത്തമായിരുന്നു എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. അമേരിക്കയിൽ സംഭവിച്ച വിപ്ലവകരമായ ആ കണ്ടുപിടുത്തം വളരെ പെട്ടെന്നാണ് ലോകം മുഴുവൻ വ്യാപകമായതും ആളുകൾ അവരുടെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഈ ടൂളുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. മറ്റെല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ ചൈനയിലും അമേരിക്കയിൽ സംഭവിച്ച ഈ കണ്ടുപിടുത്തം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാര സാങ്കേതിക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ ഔദ്യോഗിക രേഖകളിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപേക്ഷിച്ച് ചൈനയിൽ തന്നെ വികസിപ്പിച്ച പ്രാദേശിക ബദൽ ഉപയോഗിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ചൈന. സാങ്കേതിക പരമാധികാരം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലെ ചൈനയുടെ നിർണായക ചുവടുവെപ്പാണിത്. ചൈനയെ തോൽപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ട്രംപിനുള്ള മറുപടിയായും പലരും ചൈനയുടെ ഈ നീക്കത്തെ നോക്കിക്കാണുന്നുണ്ട്. അടുത്തിടെയാണ് ചൈനയുടെ മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികാര നടപടിയുടെ ഭാഗമായി 100% അധിക തീരുവ ചുമത്തിയത്. ചൈനയിൽ നിന്നുള്ള കയറ്റുമതി ഉത്പന്നങ്ങൾക്ക് ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയായിരുന്നു ട്രംപിന്റെ നടപടി. എതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ ഏത് വിധേനയും കീഴ്പ്പെടുത്തുമെന്ന ട്രംപിന്റെ അപ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായി മാത്രമേ ഈ അധിക തീരുവ നയത്തെയും നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. ചൈനീസ് വാണിജ്യ മന്ത്രാലയം ഒക്ടോബർ ആദ്യവാരം പുറത്തിറക്കിയ അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനം പ്രാദേശികമായി വികസിപ്പിച്ച WPS ഫോർമാറ്റിൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസിന് തുല്യമായ ചൈനീസ് കമ്പനിയായ കിങ് സോഫ്റ്റ് ആണ് ഈ WPS ഓഫീസ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക രേഖകൾ വേർഡിലോ മറ്റ് അമേരിക്കൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളിലോ നേരിട്ട് തുറക്കാൻ കഴിയാതെ വരുന്നത് ഇതാദ്യമാണ്. ഇത് അമേരിക്കൻ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ചൈനയുടെ നയപരമായ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ചൈന ഈ നീക്കങ്ങൾ നടത്തുന്നത്. സാധാരണ ഉപയോഗത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമുള്ള ചില തന്ത്രപ്രധാന ധാതുക്കളുടെ കയറ്റുമതിക്ക് ലൈസൻസിംഗ് ആവശ്യകതകൾ വിപുലീകരിച്ചുകൊണ്ട് ചൈന ഒക്ടോബർ 9 പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം ആദ്യം ഹൈടെക് മെറ്റീരിയലുകൾക്ക് മേൽ നിയന്ത്രണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നടപടി. ഈ നീക്കത്തിനെതിരെ ട്രംപ് ശക്തമായി തന്നെ പ്രതികരിച്ചു. ഭീഷണിപ്പെടുത്തിയതുപോലെ ചൈനീസ് ഇറക്കുമതിക്ക് 100% അധിക തീരുവ ചുമത്തി. ഏത് സുപ്രധാന സോഫ്റ്റ്വെയറുകളുടെയും കയറ്റുമതി അമേരിക്ക നിയന്ത്രിച്ചേക്കുമെന്ന് പറയുകയും ചെയ്തു. ഇത് വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക യുദ്ധം കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വർദ്ധിച്ചു വരുന്ന നിയന്ത്രണങ്ങളും ഉഭയകക്ഷി സംഘർഷങ്ങളും കാരണം ചൈനയിലെ വിദേശ സോഫ്റ്റ്വെയർ കമ്പനികൾ പലതും ക്രമേണ പിൻവാങ്ങുകയാണ്. അഡോബിന്റെ പല വേർഷനുകളും ഇതിനൊരു ഉദാഹരണമാണ്. കൂടാതെ മൈക്രോസോഫ്റ്റ് അതിന്റെ ഷാങ്ഹായിലെ AI ഗവേഷണ ലബോറട്ടറി അടച്ചുപൂട്ടുകയും മെയിൻ ലാൻഡ് ചൈനയിലെ എല്ലാ ഫിസിക്കൽ സ്റ്റോറുകളും പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത് വിദേശ സാങ്കേതിക ഭീമന്മാർക്ക് ചൈനയിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് അടിവരയിടുന്നുണ്ട്. സാങ്കേതിക രംഗത്ത് സ്വയം പര്യാപ്തത നേടാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോവുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് സെപ്റ്റംബറിൽ റെഗുലേറ്റർമാർ പ്രധാന ചൈനീസ് കമ്പനികളോട് NVIDIAയുടെ പുതിയ AI ചിപ്പുകളുടെ പരീക്ഷണവും വാങ്ങലും റദ്ദാക്കലും ഉത്തരവിട്ടിട്ടുണ്ട്. ആഭ്യന്തര AI പ്രോസസ്സറുകളുടെ ഉൽപാദനം രാജ്യത്തിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ 3 ഇരട്ടിയാക്കാൻ ചൈനീസ് ചിപ്പ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നതായും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നടപടികൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വിദേശ ആശ്രിതത്വവും പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു സാങ്കേതിക സ്വയംഭരണ സംവിധാനം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ദൃഢനിശ്ചയമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ലോകം മുഴുവൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന അമേരിക്കൻ ഭീമന്മാർക്ക് വരും കാലങ്ങളിൽ പതിയെ പിൻവാങ്ങേണ്ടി വരും. അതുതന്നെയാണ് മൈക്രോസോഫ്റ്റിന്റെ അനുഭവം തെളിയിക്കുന്നത്. ചൈനയുമായി മുട്ടാൻ ട്രംപ് വീണ്ടും വഴികൾ കണ്ടെത്തേണ്ടി വരും. ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുന്ന സകല മുടന്തൻ പ്രതികാര നടപടികൾക്കും അതേ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ചൈന. ഇങ്ങനെ പോയാൽ ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക കുറേയധികം വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.